നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ SIR പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. 99% ആളുകൾക്കും ഇപ്പോൾ SIR ഫോം ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 80% ആളുകൾ SIR ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. ഇനിയും നിങ്ങൾക്ക് SIR ഫോം ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാർഡ് BLOമാരുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ 2021 നിങ്ങൾക്ക് എവിടെയാണ് വോട്ട് എന്നത് കണ്ടെത്തി അവിടുത്തെ BLOമാരും ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോം കൈപ്പറ്റുക. SIRൻ്റെ നടപടിക്രമങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നടപ്പിലാക്കും. അത് നീട്ടുകയില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത സമയത്താണ് ഒരുപാട് ആളുകൾ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ കണ്ടെത്തിയത്. ആധാർ കാർഡ് അപ്പോഴാണ് ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ ആധാർ കാർഡിൽ തെറ്റുകൾ കണ്ടെത്തിയ ആളുകൾ, അതുപോലെ തന്നെ ആധാർ കാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് ഒരു ആധികാരിക രേഖയില്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും പല രൂപത്തിലെ രേഖകൾ കൊടുത്താണ് ആധാർ കാർഡ് എടുത്തത്. പിന്നീട് നമ്മുടെ ആധാർ കാർഡ് ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ആധാർ കാർഡ് എടുത്തതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിലെ തെറ്റുകൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയെ വിദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഈ SIR അനിമേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അതിൽ പല കാര്യങ്ങളും തെറ്റുകൾ കാണുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലെ ഡേറ്റ് ഓഫ് ബർത്ത്. നമുക്കറിയാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അതിൽ ജനനവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ജനിച്ച വർഷം മാത്രമേ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിലെ മാസവും തീയതിയും രേഖപ്പെടുത്താത്തത് കൊണ്ട് ഇപ്പോൾ അനിമേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ആണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ID കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പല കാര്യങ്ങൾക്കും ഈ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്യാൻ സാധിക്കും. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കറക്റ്റായി തന്നെ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പല ആളുടെയും ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ പാസ്പോർട്ടോ അതല്ലെങ്കിൽ SLC ബുക്കോ ഫോട്ടോ പതിച്ച് എന്തെങ്കിലും രേഖയുമായി ചെന്ന് ആധാർ കാർഡിലെ ജനനസർട്ടിഫിക്കറ്റ് തിരുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പേര് കറക്റ്റായി തന്നെ നമ്മുടെ SLC ബുക്കിലുള്ളതോ അല്ലെങ്കിൽ പാസ്പോർട്ടിലുള്ളതോ പേര് കറക്റ്റായി തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, ആധാർ കാർഡിൽ ചെറിയ തെറ്റുകൾ പോലും തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കഴിഞ്ഞൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആധാർ കാർഡ് തിരുത്താമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും 3-4 മാസവും പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വരും മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ, ഈ ഡിസംബർ കഴിഞ്ഞാൽ തന്നെ അടുത്ത വർഷത്തോടു കൂടി തന്നെ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. എല്ലാവരുടെയും ആധാർ കാർഡുകളൊന്ന് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായി തന്നെ പൂരിപ്പിക്കുക. ആധാറിലെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും. നമ്മുടെ അടിയിലുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് അത് നമ്മൾ കറക്റ്റായി തന്നെ നമ്മൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് അത് തിരുത്താനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.